അപ്പം ഇവിടെ സംഭവിക്കുന്നത് ശങ്കരമേനോനും മാധവനും തമ്മിലുള്ള സംസാരമാണ്. അപ്പം മാധവനോട് ശങ്കരമേനോൻ പറയുന്നത്, നീ കാരണവർക്കെതിരായിട്ട് പഞ്ചുമേനോനെതിരായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ട്, ഇതിൻ്റെ ഫലം നിനക്ക് വളരെ ദോഷമുള്ളതായിരിക്കും. മാധവൻ, ഡിസ്പ്ലഷർ ഇഫ് ഐ മേക്ക് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ജസ്റ്റ്, വൈ ഷുഡ് ഇറ്റ് അനോയ് ഹിം? ഐ ആം നോട്ട് അഫ്രൈഡ് ഓഫ് ഹിസ് ആങ്കർ വെൻ ഇറ്റ് ഈസ് അൺറീസണബിൾ. കാര്യമില്ലാത്ത കാര്യത്തിന് അയാൾ എന്നെ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനെ ഒന്നും പേടിയില്ല. ശങ്കരമേനോൻ, വാട്ട് ഇൻസൊലൻസ്? മാധവൻ, ഇൻസൊലൻസ്, ഐ ഹാർഡ്ലി നോ വാട്ട് ദ വേർഡ് മീൻസ്. ശങ്കരമേനോൻ, that ignorance seems to be the whole problem. You may have studied a little English, Appu, and become smart, but that is no reason why you should forget our customs, traditions and ways of life. Tell me, child, how you had lunch? എത്ര കുറേ ഒക്കെ സംസാരിച്ച് കഴിഞ്ഞു, ദേഷ്യപ്പെട്ടു, പറഞ്ഞ നിനക്ക് ഇംഗ്ലീഷൊക്കെ നീ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ഇങ്ങനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ട് നീ നമ്മളുടെ വീടിൻ്റെ ട്രഡീഷൻ, നമ്മളുടെ കുടുംബത്തിൻ്റെ ഓരോ രീതികളൊക്കെ ഉണ്ട്, അതൊക്കെ നീ നമ്മുടെ പാരമ്പര്യം അതൊന്നും മറക്കരുത്. ഇങ്ങനെ കാരണവന്മാരോട് അപമര്യാദയായിട്ടൊന്നും പെരുമാറാനൊന്നും പാടില്ല. പിന്നെ അതുകൊണ്ട് കൂടുതൽ തന്നെ കുറച്ച് വാത്സല്യത്തോട് ചോദിച്ചു, മോനെ നീ ഭക്ഷണം കഴിച്ചോ? മാധവൻ, നോ, ഐ ഫെൽറ്റ് വെരി അപ്സെറ്റ്. മദർ ബ്രോഡ് മീ സം പാൽക്കഞ്ഞി. ജസ്റ്റ് ദെൻ പാർവതി അമ്മ അറൈവ്ഡ് വിത്ത് എ ലിറ്റിൽ ബിറ്റ് ഓഫ് പാൽക്കഞ്ഞി ഇൻ എ സിൽവർ ഡിഷ്. അപ്പോൾ നീ ഭക്ഷണം കഴിച്ചോ ചോദിച്ചപ്പോൾ ഇല്ല, അമ്മ പാൽക്കഞ്ഞി കൊണ്ടുവന്നിരുന്നു, ഞാൻ കുടിച്ചിട്ടില്ല. അപ്പോൾ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പാർവതി അമ്മ ആ സ്ഥലത്തേക്ക് പാൽക്കഞ്ഞിയായിട്ട് വരുന്നു. ശങ്കരമേനോൻ, പാർവതി, ഡിഡ് യു ഹിയർ എവറിത്തിങ് ദാറ്റ് കുട്ടൻ സെഡ്? കുട്ടൻ എന്ന് പറഞ്ഞാൽ മോനെ, ഈ മാധവനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. മോൻ പറഞ്ഞതൊക്കെ നീ കേട്ടോ എന്ന് ചോദിച്ചു പാർവതി അമ്മ. യെസ്, ഐ ഡിഡ്. ഇറ്റ് ഡിഡിൻ സൗണ്ട് ഗുഡ് ടു മീ. എനിക്ക് നല്ലതായിട്ട് തോന്നിയില്ല ഇവനിങ്ങനെയൊക്കെ പറയുന്നത്. മാധവൻ, ലെറ്റ് മീ ഹാവ് ദ പാൽക്കഞ്ഞി. അപ്പോൾ അമ്മയെ സന്തോഷിപ്പിക്കാനായിട്ട് പറഞ്ഞു, പാർവതി അമ്മയോട് പറഞ്ഞു, പാൽക്കഞ്ഞി എനിക്ക് തന്നോളൂ, ഞാൻ കുടിക്കാം. സ്റ്റാൻഡിങ് വെയർ ഹി വാസ്, മാധവൻ ഗൾപ്പ് ഡൗൺ 2 mouthful ആൻഡ് ടേൺ ടു ഹർ സ്മൈലിംഗ്. മാധവൻ പാൽക്കഞ്ഞി കുടിച്ചിട്ട് ജസ്റ്റ് അവരെ നോക്കി ചിരിച്ചു. മാധവൻ, സോ ആർ യു ഡിസ്പ്ലീസ്ഡ് വിത്ത് മീ ടു മദർ? അപ്പോൾ അമ്മയ്ക്കും എന്നോട് ദേഷ്യമുണ്ടോ? പാർവതി അമ്മ, ഓഫ് കോഴ്സ്, വൈ ഡൗട്ട് ഇറ്റ്? എന്തിനു സംശയിക്കുന്നത്? എനിത്തിങ് ദാറ്റ് ഒഫൻസ് മൈ ജ്യേഷ്ഠൻ ആൻഡ് മൈ അമ്മാമൻ ഒഫൻസ് മീ ടു. ജ്യേഷ്ഠൻ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ശങ്കരമേനോനാണ് ഈ പാർവതി അമ്മയുടെ ചേട്ടൻ. അപ്പോൾ എൻ്റെ ചേട്ടനോടും അതുപോലെ എൻ്റെ അമ്മാവനോടും നീ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് എങ്ങനെയാണ് നിന്നോട് ഇഷ്ടം വരിക? എനിക്കും ദേഷ്യമുണ്ട്. എനിവേ, ഡ്രിങ്ക് യുവർ കഞ്ഞി, വി ക്യാൻ ടോക്ക് ആഫ്റ്റർവേർഡ്സ്, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് നൂൺ. ഉച്ചയായി, നീ ഏതായാലും കഞ്ഞി കുടിക്ക്, അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. വൈ ഡു യു ആൾവേസ് ലീവ് യുവർ ഹെയർ ലൂസ് ലൈക്ക് ദിസ്? കം ഹിയർ, ഐ വിൽ ടൈ ഇറ്റ് അപ്പ് ഫോർ യു. അപ്പോൾ അമ്മയല്ലേ, അമ്മ പറയാണ്, മോനെ നീ മുടിയൊക്കെ ഇങ്ങനെ അയച്ചിട്ടിരിക്കുന്നതിനാണ്, എൻ്റെ അടുത്ത് വരൂ, ഞാനിത് കെട്ടിവെച്ച് തരാം. എന്നിട്ട് പിന്നെ പറയണേ, എത്ര മുടിയാണ് നിൻ്റെ കൊഴിഞ്ഞു വരിക്കുന്നത്? മാധവൻ, മദർ, ടെൽ മീ, ഷുഡ് ചിന്നൻ ഗെറ്റ് ആൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഓർ നോട്ട്? അപ്പം മാധവൻ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ ഒന്ന് പറ, ചിന്നൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കിട്ടണോ ഒക്കെ വേണ്ടിയോ? പാർവതി അമ്മ, ദാറ്റ്സ് എ മാറ്റർ ഫോർ യുവർ വല്യമാവൻ ടു ഡിസൈഡ്. അപ്പോൾ ഇതാണ് കാരണവരാണ് ഡിസൈഡ് ചെയ്യേണ്ടത്, തീരുമാനിക്കേണ്ടത്. ഈസിൻറ്റ് ഇറ്റ് മൈ ഡിയർ? വാട്ട് വുഡ് ഐ നോ അബൌട്ട് സച്ച് തിങ്സ്? ആഫ്റ്റർ ആൾ, ഹീ ഈസ് ദ വൺ ഹൂ സപ്പോർട്ടഡ് യുവർ എഡ്യൂക്കേഷൻ. ഹി വിൽ പ്രോബബ്ലി സപ്പോർട്ട് ചിന്നൻ ടു. നോക്കൂ, സത്യത്തിൽ നിൻ്റെ വിദ്യാഭ്യാസത്തിന് സഹായിച്ചത് വല്യമ്മാവനാണ്. അപ്പോൾ ചിന്നൻ്റെ കാര്യത്തിലും അദ്ദേഹത്തിന് ശ്രദ്ധയുണ്ടാവും. മാധവൻ, ആൻഡ് വാട്ട് ഇഫ് ഹി ഡസിൻറ്റ്? ചെയ്തില്ലെങ്കിലോ? പാർവതി അമ്മ, ദെൻ ഹി നീഡ് നോട്ട് ബി എഡ്യൂക്കേറ്റഡ്. എന്നാൽ ചിഹ്നം പഠിക്കണ്ട, ചിഹ്നന് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ പഠിക്കണ്ട. മാധവൻ, ടു ദാറ്റ് ഐ കനോട്ട് എഗ്രി. അതിനെനിക്ക് സമ്മതമല്ലെന്ന് മാധവൻ പറയുന്നു. പാർവതി അമ്മ, ലെറ്റ് മീ ടേക്ക് ദ ഡിഷ്, ഐ ആം ഗോയിങ് ഇൻ. ഡു കം ആൾസോ എലോങ് സൂൺ ഫോർ യുവർ മീൽ. എന്നിട്ട് പാർവതി അമ്മയ്ക്ക് ദേഷ്യം വന്നപ്പോൾ എന്തായി പറഞ്ഞു, ഞാൻ പോവുക, പാത്രം തന്നേക്കൂ, എനിക്ക് വേറെ ഒരുപാട് പണിയുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഈ കഥയിൽ നമ്മളിപ്പോൾ അറിയുന്നത് സംഭാഷണമാണ് ഉള്ളത്. എന്ന് വെച്ചാൽ സാധാരണ ഒരു നാടകത്തിൻ്റെ പോലെയുള്ള അത് സ്കിറ്റ് എന്ന് പറയും. അപ്പോൾ ഇവിടെ 2-3 താരങ്ങളെ നമ്മൾ കണ്ടു, 2-3 ക്യാരക്ടേഴ്സിനെ കണ്ടു. ഒന്ന് ഛാത്ര മേനോൻ, പിന്നെ മാധവൻ, കുമ്മിണിയമ്മ, പിന്നെ വേറെ ശങ്കരമേനോൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് പാർവതി അമ്മ. അപ്പോൾ ഇവരിങ്ങനെ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. ഇവർ തമ്മിലുള്ള സംഭാഷണമാണ്. സംഭാഷണത്തിലൊക്കെ മെയിനായിട്ടുള്ള കാര്യം ഇവിടെ ചിന്നൻ എന്ന് പറയുന്ന ചെറിയ കുട്ടി, അവർ കുമ്മിണിയമ്മയുടെ കുട്ടിയാണ്. കുമ്മിണിയമ്മയുടെ കുട്ടി, ആ കുട്ടിക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കണം.
ഒക്കെ കൊടുക്കണ്ടയോ, ആ രീതിയിലുള്ള സംസാരമാണ് ഇവിടെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ആരാണ്? കാരണവരാണ്. അപ്പോൾ കാരണവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമൊന്നും ആ കുടുംബത്ത് നടക്കാനായിട്ട് നടക്കാൻ പാടില്ല, അതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒ ചന്തുമേനോൻ്റെയാണ് ഇന്ദുലേഖ ആണ് ആദ്യത്തെ നോവൽ, മലയാളത്തിലെ ആദ്യത്തെ നോവൽ. അത് പറഞ്ഞു. ചന്തുമേനോൻ്റെ ഇന്ദുലേഖയിൽ കഥാപാത്രങ്ങളാണ് മാധവൻ വളരെ സുന്ദരനാണ്. മാധവൻ്റെ പറ്റി പറയുമ്പോൾ, വർണ്ണിക്കുമ്പോൾ വിദ്യാഭ്യാസം നല്ലപോലെ ഉണ്ട്, അതുപോലെ തന്നെ കാണാൻ നല്ല സൗന്ദര്യമുള്ള ആളാണ് മാധവൻ. പിന്നെ ഇന്ദുലേഖയും മാധവനുമായിട്ട് സ്നേഹമാണ്. അവർ തമ്മിലുള്ള കല്യാണം ഒക്കെ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിനും സമ്മതം കൊടുക്കേണ്ടതും എല്ലാം നടത്തിച്ചു കൊടുക്കേണ്ടതും കാരണവരാണ്. അപ്പോൾ കാരണവർക്ക് എതിരായിട്ട് ഒന്നും തന്നെ പറയാൻ സാധിക്കില്ല. അപ്പം ദ നോവൽ ഇന്ദുലേഖ ബൈ ഒ ചന്തുമേനോൻ വാസ് written at a time when there was an emerging class of upper caste men, mostly Nayars, who received a western style education and were achieving prominent positions in British India. The period witnessed a clash of cultures as the educated Indians were torn between western ideals and traditional practices. അവിടെ ആ സമയത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് ഇവർക്ക്. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന ഓരോ ഫാമിലിയിലുള്ള ചേഞ്ച് അവിടെയാണ് പറ്റിയത്. ഇപ്പം മാധവന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ മാനസികമായിട്ട് തന്നെ എല്ലാ കാര്യത്തിനും കുറച്ചുകൂടെ അയാൾക്ക് കോൺഫിഡൻസ് കൂടി. അപ്പോൾ അയാൾ വീട്ടിൽ ഉള്ള കാരണവന്മാരോടൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ തുടങ്ങി. എന്ന് വെച്ചാൽ അവരോട് ന്യായമോ അന്യായമോ ഒക്കെ എന്താണെന്ന് പറയാനൊക്കെ തുടങ്ങി. ഇതൊക്കെയാണ് നമ്മളുടെ ഈ കഥയുടെ സാരമായിട്ട് വരുന്നത്. അവസാനം കാരണം അവർ സമ്മതിച്ചില്ലെങ്കിലും ഇന്ദുലേഖയും മാധവനും തമ്മിലുള്ള വിവാഹം നടക്കുന്നു. വിവാഹം നടക്കുകയല്ല, അവർ രണ്ടുപേരും മദ്രാസിലേക്ക് പോകുന്നതായിട്ടാണ് കഥയുടെ അവസാനമുള്ള. ഇന്ദുലേഖ എന്നുള്ള നോവല് വാങ്ങാൻ കിട്ടുന്നുണ്ട്, അത് വായിച്ച് നോക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.